നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ശാലീന നായരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് മലയാളം ജനപ്രിയ റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ വ്യക്തിയാണ് ശാലിനി. വെറും ഒരു നാട്ടിൻപുറത്തുകാരിയായ അശ്വതി ഇന്ന് ശാലിനി നായരായി മാറിയതിന് പിന്നിൽ ഒരു വലിയ യാത്രയുണ്ട്. വിവാഹമോചിതയായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകൾ. കൈക്കുഞ്ഞുമായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ഇടത്ത് നിന്ന് ഇപ്പോൾ കേരളം അറിയപ്പെടുന്ന താരമാകാൻ കഴിഞ്ഞത് ശാലിനിയുടെ നേട്ടം തന്നെയാണ്. ഷോർട്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ മത്സരാർത്ഥിയായി വന്ന ശേഷമാണ് ശാലിനി നായരെ മലയാളികൾ കൂടുതൽ അടുത്തറിഞ്ഞു തുടങ്ങിയത്. ബിഗ് ബോസിൽ വന്ന ശേഷം ഹൗസിലെ ബാലാമണി എന്നാണ് ശാലിനി നായർ അറിയപ്പെട്ടത്. ഇമോഷണലി വളരെയധികം വീക്കാണെന്നും കമന്റുകൾ വന്നിരുന്നു. എന്നാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ നേരിട്ട ആളാണ് ശാലിനി. ആദ്യ വിവാഹത്തിൽ ഒരു മകൻ ശാലിനിക്കുണ്ട്. ഇപ്പോഴത്തെ ഒരു സന്തോഷ വാർത്ത പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ശാലിനി. താരം വീണ്ടും വിവാഹിതയായിരിക്കുന്നു. ശാലിനി തന്നെയാണ് ഈ സന്തോഷം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. ദിലീപ് എന്നയാളെയാണ് ശാലിനി വിവാഹം ചെയ്തിരിക്കുന്നത്. എന്തെഴുതണം എന്നറിയാതെ വിരലുകൾ നിശ്ചലമാവുന്ന നിമിഷം, വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചിടിപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവയ്ക്കുകയാണ്. സമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ ചോദ്യം ചിഹ്നമായവൾക്ക്, അവളെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന്, താങ്ങായി ഇന്നോളം കൂടെയുണ്ടായ കുടുംബത്തിന്, മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപേട്ടൻ. ഞാൻ വിവാഹിതയായിരിക്കുന്നു. സ്നേഹം പങ്കുവച്ച എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിവാഹ വാർത്ത പങ്കിട്ട് ശാലിനി കുറിച്ചത്. നിരവധി പേരാണ് ശാലിനിക്കും ഭർത്താവ് ദിലീപിനും ആശംസകൾ അറിയിച്ചെത്തിയത്. വളരെ ലളിതമായ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ശാലിനിയുടെ രണ്ടാം വിവാഹം. യാതൊരു ആഡംബരങ്ങളും ഇല്ല. സിമ്പിൾ കേരള സാരി ചുറ്റി കഴുത്തിൽ ചെറിയൊരു മാലയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി നാടൻ സുന്ദരിയായാണ് ശാലിനി നവവധുവായി എത്തിയത്. വരനും ശാലിനിയെ പോലെ തന്നെ സിമ്പിൾ ലുക്കിലാണ് എത്തിയത്. പഠനകാലം കഴിഞ്ഞ ഉടനെയായിരുന്നു എന്റെ വിവാഹം. പെട്ടെന്ന് തന്നെ കുട്ടിയുമായി. എന്നാൽ കുടുംബത്തിലെ മാനസികമായ പൊരുത്തക്കേടുകൾ കാരണം വിവാഹബന്ധം വേർപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഒരു വർഷത്തോളം വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞത് കാരണം എല്ലാവരും ചോദിച്ചു, പ്രണയമാണോ എന്ന്. എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണ്. എൻ്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം കല്യാണം ചെറുപ്രായത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു. അതേ രീതിയിലാണ് എൻ്റെയും നടത്തിയത്. പഠനം കഴിഞ്ഞപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ എൻ്റെ മനസ്സിലും വിവാഹം, ഹണിമൂൺ, സിനിമ എന്നിങ്ങനെയുള്ള മോഹങ്ങൾ കടന്നു വന്നു. അതാണല്ലോ പ്രായം. ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയാനുള്ള പക്വത ഒന്നും അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. വിവാഹമോചനം നേടി വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരേക്കാൾ പ്രശ്നം പാല് വാങ്ങാനും മറ്റും വരുന്ന അയൽക്കാർക്കായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. വിവാഹമോചനം എപ്പോഴും പെണ്ണിന്റെ കുറ്റം കൊണ്ടാണ് എന്നാണല്ലോ പറയാറുള്ളത്. അവസാനം ജോലി അന്വേഷിച്ച് കൊച്ചിയിൽ എത്തുകയായിരുന്നു. ജീവിതമാർഗം എന്ന രീതിയിൽ ആങ്കറിംഗ് തുടങ്ങി ബിഗ് ബോസ് വരെ എത്തി എന്നാണ് ആദ്യ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച് മുമ്പൊരിക്കൽ ശാലിനി പറഞ്ഞത്. ബിഗ് ബോസ് സീസൺ 4-ൽ നിന്നും ശാലിനി രണ്ടാമത്തെ എവിഷനിലൂടെയാണ് പുറത്താകുന്നത്. പെട്ടെന്നൊന്നും പുറത്തു പോവേണ്ട ആളായിരുന്നില്ല ശാലിനി എന്നാണ് പ്രേക്ഷകർ അന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.